Hi guys! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ നല്ല ഇൻസ്റ്റന്റ് റിസൾട്ട് തരുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ഫേഷ്യലിന്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ അത്രയും ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വീഡിയോയിൽ പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന കറുത്ത പാടുകളെ കംപ്ലീറ്റ് ആയിട്ടും ഫീഡ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഗ്ലോ ആൻഡ് ബ്രൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞ പ്രകാരം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിത് ആഴ്ചയിൽ ഒരു തവണ മാത്രം ട്രൈ ചെയ്താൽ മതി. ആരും തന്നെ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് ഒത്തിരി തവണ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മാക്സിമം ഒരു തവണയെങ്കിലും ആഴ്ചയിൽ ഒരു റൊട്ടീൻ പോലെ ഇത് ചെയ്തു വരാം. അപ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു 1 മന്ത് ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്, അലർജി ഉള്ളവർ ദയവായിട്ട് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ യോജിച്ചത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേഷ്യലിന് വേണ്ടി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈര് തന്നെയാണ്. തൈര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്ലെൻസിങ് തന്നെയാണ്. ഫേസ് ആദ്യം നന്നായിട്ട് ഫേസിൽ ഉണ്ടാകുന്ന അഴുക്കും കാര്യങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ തൈര് എടുത്തിട്ടുണ്ട്. പിന്നീട് അതേ സ്പൂണിൽ തന്നെ 1 ടീസ്പൂൺ നമ്മൾ തേനും കൂടി ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്ലെൻസിങ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് ഫേസിൽ നന്നായിട്ട് നമ്മൾ എങ്ങനെയാണോ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അതേ രീതിക്ക് വേണം നമ്മുടെ ഈ ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് 1 മിനിറ്റോളം നമ്മൾ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ആ ഒരു ഫേസ് വാഷ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മസാജ് നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം അതിനകത്ത് ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് നമ്മുടെ ഫേസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളത് കഴുകി കളയുക ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ജെല്ല് അപ്ലൈ ചെയ്യുന്ന പോലെ അത് ഇട്ട് വെക്കുകയല്ല ചെയ്യുന്നത്, നമ്മളത് കഴുകി കളയുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് 1 മിനിറ്റോളം ഫേസിൽ മസാജൊക്കെ കൊടുത്ത് നന്നായിട്ട് അത് നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട്. അതിനാണ് ആ 1 മിനിറ്റ് നമ്മൾ സമയം പറയുന്നത്. അതേ രീതി തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തു വരുന്നത്. ഫേസിൽ നന്നായിട്ട് ടോട്ടൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞ ശേഷം 1 മിനിറ്റ് നമ്മൾ ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ 1 മിനിറ്റ് കൂടി നമുക്ക് ലീവ് ചെയ്യാനായിട്ട് സമയം കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തുടച്ചെടുക്കുക ചെയ്യുന്നത്, 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുടച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഡെഡ് സെൽസൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രബ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു റവയ്ക്ക് പകരം നിങ്ങൾക്കിവിടെ അരിപ്പൊടി എടുക്കാം. അതുപോലെ തന്നെ തൈരിൽ അലർജി ഉള്ളവർക്ക് ഇതിനകത്ത് നമുക്ക് പാൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ തൈരിൻ്റെ ഒരു ഫേഷ്യലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് തൈര് പറ്റില്ല എന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ അലർജി ആണെങ്കിൽ ദയവായിട്ട് ചെയ്ത് നോക്കരുത് കേട്ടോ. കാരണം അവർക്ക് പിമ്പിൾസോ അല്ലെങ്കിൽ അലർജിയോ കാര്യങ്ങൾ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ നമ്മൾ റവയും ചേർത്തു. പിന്നീട് ചേർത്ത് ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിൻ 1 ടീസ്പൂൺ ഗ്ലിസറിനും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ സ്ക്രബിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ ക്ലെൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫേസിലേക്ക് തന്നെ ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ തുടച്ചെടുത്തിട്ടുള്ളൂ, കഴുകിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകാം, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ. സ്ക്രബ് അറിയാമല്ലോ, നമ്മൾ ആഴ്ചയിൽ 1 തവണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, 1 അല്ലെങ്കിൽ 2 തവണ കേട്ടോ. അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ 1 തവണ ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. നമുക്ക് മൂക്കുമേലും അതുപോലെ താടിമേലും ഇവിടേക്കാണ് ഒരുപാട് ഡെഡ്സ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് നമുക്കത് മസാജ് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് നമുക്ക് നല്ലൊരു ഫീലായിരിക്കും. ഇതും ഞാൻ ആദ്യം തുടച്ച് മാറ്റുകയാണ്, എന്നിട്ട് പിന്നീട് പോയി കഴുകി കളയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് ഫേസിലും മാത്രമല്ല നമുക്ക് കഴുത്തിൽ, കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തൊരു കാര്യം ഞാൻ ഉപയോഗിക്കുകയാണെങ്കിലും അത് ഫേസിലേക്ക് മാത്രമല്ല കൈയിലേക്കും കൂടി കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ആദ്യമൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്ന സമയത്ത് കയ്യിൽ മാത്രം ആയതുകൊണ്ട്
എനിക്കിപ്പോൾ ഫേസിനേക്കാളും കളർ കയ്യിലാണ്. കാരണം എല്ലാ റെമഡിയും കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണല്ലോ നമ്മൾ വീഡിയോയിൽ കാണിക്കുക, പിന്നീടാണല്ലോ നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഒരു ഫേസ് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ കയ്യുമ്മേൽ കൂടി അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് മുഖം പോലെ തന്നെയാണ് എൻ്റെ കൈ, പിന്നെ വരുമാനം തരുന്ന കൈയും കൂടിയാണല്ലോ. ഈ കൈയൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് കെയർ ചെയ്യണ്ടേ അല്ലേ, പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്ന ഒരു മാസ്ക് ആണ് കേട്ടോ, ഒരു സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് മാസ്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ കടലപ്പൊടി കേട്ടോ, ബേസിൻ പൗഡറില്ല അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്, കടലമാവ്. ഇതിന് നന്നായിട്ട് മിക്സ് ആക്കണം. മാത്രമല്ല ഇതിനകത്തേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് മഞ്ഞളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കസൂരി മഞ്ഞൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മഞ്ഞൾ നമുക്ക് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാനിവിടെ നോർമലായിട്ടുള്ള മഞ്ഞളാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ചെറിയൊരു മഞ്ഞളുടെ ഒരു ടിൻറ്റ് നമുക്ക് കിട്ടുമല്ലോ, ഒരു യെല്ലോയിഷ് ടിൻറ്റ്. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലതാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് മഞ്ഞൾ നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടി 3ഉം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ആയതിനു ശേഷം നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ തൈരിൻ്റെ കൂടെയാണ് ഈ ഒരു കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടേത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അത് നന്നായിട്ട് കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു 15-20 മിനിറ്റെങ്കിലും വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലെൻസിങ് നമ്മൾ 1 മിനിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്ക്രബ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ 1-2 മിനിറ്റ് നന്നായിട്ട് മസാജ് കൊടുക്കണം നമ്മുടെ ഫേസിൽ. എന്നിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് ലീവ് ചെയ്യണം കേട്ടോ. ആ ഒരു സ്ക്രബ് നമ്മൾ 5 മിനിറ്റ് നേരത്തേക്ക് ലീവ് ചെയ്യണം. പിന്നീട് മൂന്നാമത്തെ കാര്യമാണ് ഈ ഒരു മാസ്ക്. ഈ ഒരു മാസ്ക് നമ്മൾ 15 അല്ലെങ്കിൽ 20 മിനിറ്റ്. ക്ലിയർ? ഈ ഒരു 3 കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിക്ക് വേണം നിങ്ങളിത് ചെയ്തു വരാനായിട്ട്. അതുപോലെ തന്നെ തൈര് അലർജി ഉള്ളവർ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് തൈരിന് പകരമായിട്ട് നമുക്കിവിടെ പച്ച പശുവിൻ പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ എടുക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് തൈര് അലർജി ഉള്ളവർക്കാണ്. ബാക്കി ഒരു കാര്യങ്ങളിലും നമുക്ക് മാറ്റമില്ല. പിന്നെ അതുപോലെ റവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റവയ്ക്ക് പകരം നമുക്ക് അരിപ്പൊടി കേട്ടോ. ബാക്കി ഒരു കാര്യങ്ങളിലും നിങ്ങൾ ചേഞ്ച് വരുത്തരുത്. ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ ഈ വീഡിയോ വിട്ട് കളഞ്ഞേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് 15-20 മിനിറ്റോളം വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയേച്ച് വരിക. കഴുകി വരുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കും. നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആയിട്ടുണ്ടാകും. മാത്രമല്ല നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ കുറച്ചുകൂടി ടൈം എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ഒരു ഗ്ലോ ലുക്കായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെയും അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ താഴെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ കറുത്തവരിൽ കാണിക്കാത്തത് എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളൊന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു മടുത്തു എനിക്ക്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അവസാനമായിട്ട് ഇവിടുത്തെ ഈ ഒരു വീഡിയോനകത്ത് പറയാണ്, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കുക കേട്ടോ. എനിക്ക് ഈ ഒരു കറുത്ത കായലും വെളുത്ത കായലും തേച്ച് കാണിച്ച് എന്ത് ഡിഫറൻറ്റാണ് മനസ്സിലാക്കാൻ പറ്റുക? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു തവണ ഞാനിപ്പോൾ ഇത് ഇട്ടു, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. അതിപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു സോപ്പ് എടുത്ത് ഉപയോഗിച്ച് കഴിയാലും നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയിരിക്കും. ചില കാര്യങ്ങൾ ഒഴിച്ചിട്ട് കേട്ടോ, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മളൊരു ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവില്ലേ? അത് തന്നെയാണ് നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കറുത്തതിലോ അല്ലെങ്കിൽ വെളുത്തതിലോ തേച്ച് കാണിച്ചാൽ എന്താ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുക? എന്താ ഇതിലിപ്പോൾ കിട്ടുക? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കണം. അപ്പം നമുക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇത് ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞ് നിർത്താനല്ല പറയുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് എത്രത്തോളം നമ്മുടെ സ്കിന്നിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം നമ്മളിതൊരു 2-3 മന്ത്സ് ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു എക്സാക്ട് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നിർത്തി കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ DIY ആണെങ്കിലും വേറെ എന്താണെങ്കിലും നമുക്കത് കുറച്ച് നാളത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ഒരു റൊട്ടീൻ പോലെ ചെയ്തു വരുമ്പോഴാണ് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ നമ്മളൊരു പാക്കോ അല്ലെങ്കിൽ ഫേഷ്യലോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റായിട്ടും ഒരു ഫേസ് ക്രീമോ അല്ലെങ്കിൽ ഫേസ് ജെല്ലോ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പം നമ്മളിവിടെ 2 കാര്യങ്ങളെടുത്ത് കാണിക്കുന്നുണ്ട്. ഓർഗാനിയുടെ ഫേസ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഫേസ് ജെല്ലും കാണിക്കുന്നുണ്ട്. ആലുവേരയുടെ ജെല്ല് കേട്ടോ, സാഫ്രോൺ ജെല്ല്. അപ്പോൾ ഞാനിവിടെ സാഫ്രോൺ ജെല്ലാണ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇതാ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേഷ്യൽ ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കാണുമ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ എന്തോരം ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ
സ്കിന്നായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുന്നത്. മക്കളെ, ഇതൊന്നും യാഥാർത്ഥ്യമല്ല. നമുക്ക് നല്ലൊരു ഫോണും നല്ല അടിപൊളി റിംഗ് ലൈറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നമ്മുടെ വീഡിയോയിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഫേസ് എന്തോരം ക്ലിയർ ആണല്ലോ, ഒരു കുത്തവും കോമയും ഒന്നും ഇല്ലാത്തൊരു ക്ലിയർ സ്കിന്നായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ അതല്ല അതിൻ്റെ സത്യം കേട്ടോ. ഞാൻ കുറച്ചുകൂടി അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിലത്തെ ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ 8th പഠിക്കുമ്പോൾ കൂടിയതാണ് എൻ്റെ ഈ ഒരു പ്രോബ്ലം കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഫ്രെക്കിൾസ് ആണ്. ഫ്രെക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡാർക്ക് സ്പോട്ട് ഇല്ലേ, ഏകദേശം ഡാർക്ക് സ്പോട്ട് പോലത്തെ ഒരു സംഭവം. ഡാർക്ക് സ്പോട്ടും ഫ്രെക്കിൾസും നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെക്കിൾസ് അന്നേരം നമുക്ക് ഇത്ര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലേസറോ അല്ലെങ്കിൽ സ്കിൻ പീലറോ ട്രീറ്റ്മെൻറ്റോ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഫ്രെക്കിൾസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒരു മെഡിസിനും ഏൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പുതിയത് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കതിന് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.